വീണ്ടും പോവുകയാണ്. ആജ്ഞ നമുക്കറിയാം, നേരത്തെ നമ്മൾ പരിശോധിച്ചതാണ്, പറഞ്ഞ വിഷയമാണ് സൗമ്യയുടെ വധക്കേസ്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമിയുടെ സംഭവമൊക്കെ നമുക്കറിയാം. പിന്നീട് സുപ്രീം കോടതി വരെയും പോകുന്നു, ഇയാളുടെ വധശിക്ഷ റദ്ദാക്കുന്നു. സമാനമായൊരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക പല ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതി ഈ കേസിൽ മറിച്ചൊരു വിധി പറയുമോ? പല സാധ്യതകളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ അപേക്ഷ അംഗീകരിക്കുക, അതല്ലെങ്കിൽ പ്രതിയുടെ തന്നെ അമീറുൽ ഇസ്ലാം തൻ്റെ ഈ വധശിക്ഷ നടപ്പാക്കിയുള്ള വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ ഹർജി ഉണ്ടായിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയും ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സുപ്രീം കോടതി വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. ഗോവിന്ദചാമിയെ പോലുള്ള വിധി തീർത്തും സന്തോഷപ്രദമാണ്. ട്രയൽ കോടതിയുടെ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിൽ മുഖ്യ തെളിവുകൾ സയൻറ്റിഫിക് എവിഡൻസാണ്. ആ 4 സയൻറ്റിഫിക് എവിഡൻസുകൾ DNA ഉണ്ട്, 4 DNA ഉണ്ട് പ്രതിയുടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സയൻറ്റിഫിക് എവിഡൻസും പ്രതിയുടെ മറ്റ് സംഭവത്തിന് ശേഷമുള്ള പ്രതിയുടെ കോണ്ടാക്റ്റ്, അത് ഈ കേസിൽ പ്രതി പെട്ടെന്ന് ഇവിടെ സ്ഥലം വിട്ടു പോവുകയാണ്. പിന്നീട് പ്രതിയെ കാഞ്ചീപുരത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ്, അത് കസ്റ്റഡിയിലെടുക്കുകയാണ്. അത് കണ്ടെത്തുന്നത് പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്തിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. അതിനു മുമ്പേ തന്നെ ഈ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും സയൻറ്റിഫിക് എവിഡൻസ് പ്രതിയുടെ DNA വെളിവാകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ഞാൻ പറഞ്ഞിരുന്നത്, ഈ തുടക്കകാലത്തിലുണ്ടായിരുന്ന വലിയ വിവാദങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞ് ഇതിൽ സാക്ഷികളില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചു. തികച്ചും സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് കേസിനെ സമീപിച്ച ഒരു കേസ് കൂടിയായിരുന്നത്. എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു? തീർച്ചയായിട്ടും ഇതിൽ പ്രാഥമികമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ശേഖരിച്ച തെളിവുകൾ തന്നെയാണ് ഈ കേസിലെ മുഖ്യ തെളിവുകൾ. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ശേഖരിച്ച 3-4 ദിവസങ്ങളിൽ ശേഖരിച്ച തെളിവുകളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസ് അതിൻ്റെ പിൻബലത്തിലാണ് അന്വേഷണം തുടർന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യകാലത്ത് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അന്വേഷണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ദിശയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുവാനും പ്രതിയെ കണ്ടെത്തുവാനും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് സുപ്രീം കോടതിയിലടക്കം നമ്മളത് പ്രതിക്ക് അപ്പീൽ പോകാമല്ലോ. സുപ്രീം കോടതി പ്രതിക്ക് അപ്പീൽ. ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി പോൾ, ഹൈക്കോടതിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എല്ലാ തെളിവുകളും ശരിവെക്കുന്ന, പ്രോസിക്യൂഷൻ നിരത്തിയ എല്ലാ തെളിവുകളും ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക് പോകുന്നു. ആജ്ഞ, നമ്മൾ നേരത്തെ ഈ ഗോവിന്ദചാമിയുടെ കാര്യം സൂചിപ്പിച്ചു, സൗമ്യ വധക്കേസ്. അവിടെ സുപ്രീം കോടതിയിൽ പോയി ആ വധശിക്ഷ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സംഭവം നമ്മൾ മുന്നിൽ കാണണം. അതുകൊണ്ട് തന്നെ ഈ പരമാവധി എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കേസിൽ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. ഇനി നേരത്തെ പ്രോസിക്യൂഷൻ തന്നെ സൂചിപ്പിച്ചു, സുപ്രീം കോടതി വരെയും പ്രതിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അവിടെയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകളടക്കം അതെല്ലാ രീതിയിലും കുരുക്ക് മുറുക്കുന്നതാണ്. ഇവിടെ അത്തരമൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം കുറവായിരിക്കും അല്ലേ ഈ കേസിനെ? അത് സുപ്രീം കോടതിയുടെ വിധിയെ അനുസരിച്ച് തന്നെ ഇരിക്കും ടോം. കാരണം സൗമ്യ വധക്കേസ് വന്നപ്പോഴും ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കേരളത്തിലെ സ്ത്രീകളുടെ ധൈര്യം ചോർന്നു പോകുന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ പോലും ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ സൗമ്യയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത, അല്ലെങ്കിൽ വനിതാ കമ്പാർട്ട്മെന്റിൽ ആക്രമിച്ചു കയറിയ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയെ മാനിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത സൈക്കോപാത്താണ് ഇയാൾ ഗോവിന്ദചാമി എന്നൊരു തരത്തിലുള്ള നിരീക്ഷണം വരികയും
ഇവിടെ കേരളത്തിൽ തൃശൂർ അതിവേഗ കോടതി ആ കേസ് പൂർത്തീകരിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത ഒരു പ്രതിയെ ഹൈക്കോടതി അതേ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത് പ്രോസിക്യൂഷന് ഇത് മതിയാം വിധം ഈ കേസ് തെളിയിക്കാനായില്ല, വേണ്ട തെളിവുകൾ ഗോവിന്ദസ്വാമിക്കെതിരെ സാക്ഷ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുകയും ഈ വിധി ജീവപര്യന്തം എന്നുള്ള തരത്തിലേക്കും മാത്രമല്ല ഇതിനെല്ലാം കൂടി ഒന്നിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നൊരു വിധി കൂടി സൗമ്യയുടെ കാര്യത്തിൽ വരുന്നതും അതിനുശേഷം 2011 ഈ സംഭവം നടക്കുന്നതിൽ 2016 വരെ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്നോ അല്ലെങ്കിൽ അത്യാവശ്യം ശാന്തമായ ഒരു അന്തരീക്ഷം വന്നുവെന്നോ കണക്കാക്കിയിരുന്നപ്പോഴാണ് 2016 ഈ നിയമവിദ്യാർത്ഥിയുടെ പെരുമ്പാവൂരിലെ ഈ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. ഈ കൊലപാതകം വരുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയകളിൽ ആ സമയത്ത് ജിഷ വധക്കേസിലെ അന്വേഷണത്തിലെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ മലപ്പുറം കമ്മീഷണറുമായ ശ്രീ എസ് ശശിധരൻ ചേരുന്നു. സർ, എത്രത്തോളം നിർണായകമായിരുന്നു ഈ ഒരു അന്വേഷണ ഘട്ടം? ഈ കേസ് വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കേസായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു സൂചനയില്ലാത്തൊരു കേസ്. ആ കേസിൽ അന്നത്തെ ADG വരുന്ന സന്ധ്യ മാഡത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. കൂടെ അന്നത്തെ SP ആയിരുന്ന ഉണ്ണിയായ സാറുണ്ടായിരുന്നു, മധു സാറുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൊളീഗ്സ് ആയിരുന്ന സുദർശനും സോജനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് വിശദമായ അന്വേഷണം നടത്തി പ്രതിയെ പിടിക്കുന്ന എത്രയോ മുൻപ് തന്നെ, ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യഥാർത്ഥ പ്രതിയുടെ DNA എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നിന്ന് കിട്ടിയ മെയിൽ DNA ആളെ കണ്ടെത്തുക, അവകാശിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുൻപിലുള്ള ഒരു ദൗത്യം. അപ്പോൾ അതിൽ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് 10-12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ കിട്ടിയത്. അത് കറക്റ്റായിരുന്നു. അത് പല കോണുകളിൽ നിന്ന് പല ആരോപണങ്ങൾ വന്നിരുന്നു. ഞങ്ങൾക്കതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം ഞങ്ങൾ കൃത്യമായ സയൻറ്റിഫിക്കായുള്ള അന്വേഷണം നടത്തി സയൻറ്റിഫിക് എവിഡൻസോടുകൂടെ ഞങ്ങൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ ഓറൽ എവിഡൻസ് ഉണ്ടായിരുന്നു. പ്രതി ഇറങ്ങിപ്പോകുന്ന കണ്ട ആളുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുതടച്ച ഒരു കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചു. പിന്നെ അതിനുശേഷം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അദ്ദേഹത്തെ എടുത്തു പറയണം, അദ്ദേഹവും ഞങ്ങളുടെ റിട്ടയർഡ് SP രാധാകൃഷ്ണൻ സാറ്, പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അഡ്വക്കേറ്റ്സ് ഇവരെല്ലാം അശ്രാന്ത പരിശ്രമം നടത്തി. ഞങ്ങൾ പല സമയത്തും ഡിസ്കസ് ചെയ്ത് വിശകലനം ചെയ്ത് എല്ലാം എടുത്ത എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സാക്ഷിമൊഴികളില്ലാതെ ഇത്തരം ഒരു വലിയ പ്രമാദമായ ഒരു കേസിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ഇടപെട്ടതായിരുന്നു തുടക്കത്തിലുള്ള ഒരു ശാസ്ത്രീയമായ ഒരു അപഗ്രഥനങ്ങളും അത് ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. എക്സാക്ട്ലി. കാരണം അവരെ ആ സംഭവ സ്ഥലത്ത് തന്നെ കിട്ടിയ എവിഡൻസസ്, അതിൽ നിന്ന് പ്രതിയിലേക്ക് നയിച്ച കാര്യങ്ങൾ, ഇപ്പോൾ പ്രതിയുടെ വിക്ടിമിൻ്റെ നെയിൽ ക്ലിപ്പിങ്സിൽ കിട്ടിയ മെയിൽ DNA, വിക്ടിമിൻ്റെ പുറകു ഭാഗത്ത് കടിച്ചിട്ടുണ്ടായിരുന്നു അക്യൂസർ, ആ അക്യൂസറിൻ്റെ ആ സലേവയിൽ നിന്ന് കിട്ടിയ DNA, വിക്ടിമിൻ്റെ ചുരിദാർ ടോപ്പിൽ നിന്ന് ബോത്ത് സ്ലീവ്സ് എന്ന് വെച്ച DNA. അതിലൊരു കാര്യമുണ്ടായിരുന്നു, ഈ വിക്ടിമും ഈ പ്രതിയും തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി വിക്ടിം പ്രതിയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ബ്ലഡ് ഈ വിക്ടിമിൻ്റെ സ്ലീവ്സിലെല്ലാമായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ബ്ലഡ് DNA, പിന്നെ വീടിൻ്റെ പുറകുവശത്തെ കട്ടളപ്പടിയിൽ നിന്ന് കിട്ടിയ ബ്ലഡിൽ നിന്നുള്ള DNA, ഇതെല്ലാം 1 and the same പേഴ്സൻ്റെ ആയിരുന്നു, ഒരേ ഒരു ആളുടേതായിരുന്നു. അത് ആ വ്യക്തി ആരെന്ന് കണ്ടെത്തലായിരുന്നു നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയും പ്രൊട്ടസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടായ കേസായിരുന്നു. എപ്പോഴെങ്കിലും സമ്മർദ്ദത്തിന് അടിപ്പെടേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം ശരിയായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ അസംഷൻസോ ഇല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോയിട്ട് ആരാണോ പ്രതി അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ പ്രതിക്കെതിരെ തെളിവുകൾ നിരത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പായ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം. അവിടെ പിന്നെ വേവറിങ്ങിന് ആവശ്യം വരുന്നില്ല. സത്യസന്ധമായ അന്വേഷണം പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ വിജയം കൂടിയാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട കോടതി വിധി. അതെ, തീർച്ചയായിട്ടും. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് അദ്ദേഹം. ഇപ്പോൾ ശശിധരൻ നേരത്തെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. സാക്ഷികളില്ലാതിരുന്ന ഒരു കേസിൽ ശാസ്ത്രീയമായ വഴിയിലൂടെ കേരള പോലീസ് കുറ്റവാളിയെ കണ്ടെത്തുകയും അവർക്കുള്ള ശിക്ഷ, പരമാവധി ശിക്ഷാ വിധി നേരത്തെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി കൂടി അത് ഉറപ്പുവരുത്തിയിരിക്കുന്നു.
ഇപ്പോൾ ഡാനി, ഈ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മലപ്പുറം SP ശശിധരനാണ് ഇപ്പോൾ പ്രതികരിച്ചത്, ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നില്ല ആ സമയം വെല്ലുവിളി. ശാസ്ത്രീയ തെളിവുകളടക്കം, കൃത്യമായ ശാസ്ത്രീയ തെളിവുകളടക്കം കണ്ടെത്തണമായിരുന്നു. ഈ കേസിൽ സാക്ഷികൾ ഇല്ല എന്നത് തന്നെയായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകളടക്കം സമാഹരിച്ചുകൊണ്ടാണ് അന്ന് പോലീസ് കോടതിയിലേക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നീട് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട ശക്തവും വിശ്വസനീയവുമായ ശാസ്ത്രീയ തെളിവുകളാണ് ഈ അമറുൽ ഇസ്ലാമിനെതിരെ അന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയത്. ദൃക്സാക്ഷി മൊഴിയേക്കാൾ വിശ്വാസ്യത ഈ തെളിവുകൾക്കുണ്ടെന്ന് അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു, കോടതി കണ്ടെത്തിയിരുന്നു. ആജ്ഞ രവീന്ദ്രനിലേക്ക് പോകുന്നു. ആജ്ഞ, ഇപ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ മലപ്പുറം SP ആയ ശശിധരൻ സൂചിപ്പിച്ചത് പല വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. അവിടെ ഈ അമറുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് തിരിച്ചടിയായത് പോലീസ് കണ്ടെത്തിയ, അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളാണ്. ഇക്കാര്യമടക്കം അദ്ദേഹം ശരിവെക്കുന്നുമുണ്ട്. ഇതിനെ കാരണം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് യാതൊരു വെല്ലുവിളിയുമില്ലാത്ത രീതിയിൽ എല്ലാവിധ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ അന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഈ കേസിൽ വിചാരണ കോടതിയുടെ വിധി, വധശിക്ഷ ശരിവെക്കാൻ ഹൈക്കോടതി ആ രീതിയിലൊരു വിധി നടപ്പാക്കാനുള്ള കാരണമായതല്ലേ ആജ്ഞ?